നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ വരുന്ന ചിത്രമുണ്ട്. ഇവരുടെ ചെങ്കൊടി, അതായത് ചുമലക്കൊടിയും അതിലെ അരിവാൾ ചുറ്റിയ നക്ഷത്രവും. ഇപ്പോൾ നക്ഷത്രം അധികം ഉപയോഗിക്കുന്നില്ല, അരിവാൾ ചുറ്റികയും എന്തായാലും ഉണ്ട്. പിന്നീട് CPIക്ക് ആണെങ്കിൽ അരിവാളും നെൽക്കതിരും. ഈ ചിഹ്നം ഇത് രണ്ടിൽ ഏതാണെങ്കിലും ശരി, അവരുടെ കൊടിയുടെ നിറം എന്നത് ചുമലയാണ്. അവരെ തന്നെ പറയുന്നത് ചെമ്പട എന്നാണ്. ചെന്താരക നേതാവ്, ചെന്താരക പാർട്ടി എന്നൊക്കെയാണ് പല വിശേഷണങ്ങളുണ്ട്. എന്തായാലും ഈ ചുമപ്പ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമ്മളൊരു 10-15 വർഷമായിട്ട് കാണുന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. ഇവരുടെ കൊടിയുടെ കൂട്ടത്തിൽ പച്ചക്കൊടി ആദ്യം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അത് മലപ്പുറം പോലുള്ള ചില സ്ഥലങ്ങളിൽ പച്ചക്കൊടികളാവുന്നു. പച്ചക്കൊടിയിൽ വെള്ള അരിവാൾ ചുറ്റിയൊക്കെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ആലപ്പുഴയിലെ ചില സ്ഥലങ്ങളിൽ മഞ്ഞക്കൊടികളാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പച്ചയും മഞ്ഞയൊക്കെ വെച്ചപ്പോൾ എതിരാളികൾ ട്രോളാൻ തുടങ്ങി. മലപ്പുറത്ത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പച്ച കളർ വെച്ചത് എന്ന തരത്തിൽ. ആലപ്പുഴയിൽ ചില ഭാഗങ്ങളിലൊക്കെ മഞ്ഞ വെച്ചത് അവിടുത്തെ ശ്രീനാരായണീയരെ, അതായത് SNDPക്കാരെ, അവരുടെ നിറമാണല്ലോ മഞ്ഞ, അപ്പോൾ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന തരത്തിൽ വലിയ ട്രോളുകളും മറ്റുമൊക്കെ തുടങ്ങി. അപ്പോൾ ഇവർക്ക് തന്നെ തോന്നി, ഒരു നാണക്കേട് തോന്നി തുടങ്ങി. ശരിയാണല്ലോ, ചില സ്ഥലത്ത് അവർ ചുവരെഴുത്ത് പോലും ചുമല എഴുതേണ്ടതിന് പകരം പച്ചയിൽ എഴുതുന്നു, പച്ച പോസ്റ്റർ അടിക്കുന്നു, പച്ച കൊടി, അതായത് പച്ച ഫ്ലെക്സ് വെക്കുന്നു, ചിലയിടത്ത് മഞ്ഞയൊക്കെ വെക്കുന്നു. അപ്പോൾ ഈ കളിയാക്കൽ കൂടി കഴിഞ്ഞപ്പോൾ ഇവർ ഒരു കാര്യം ചെയ്തു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അത് കുറച്ച് അതിബുദ്ധിയാണ്. അത് നമുക്ക് കണ്ടാൽ മഴവില്ലാണോ എന്ന് തോന്നും. എല്ലാ കളറിലും ഉള്ള കൊടികൾ അവർ നിരത്തി പിടിച്ചിറക്കാൻ തുടങ്ങി. അത്തരം ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് കാവിക്കൊടിയില്ല. കാവിക്കൊടി ഒഴിച്ച് ഇന്ന് ഈ ഭൂമിയിൽ നിലവിലുള്ള സകലമാന നിറങ്ങളും അതിനകത്തുണ്ട്. പച്ചയും മഞ്ഞയും നീലയും ചുമപ്പും മജന്തയും ഓറഞ്ചും, അങ്ങനെ സകലമാന കൊടികളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ടീമിനെ അവിടെ കാണാം. അതിലെല്ലാം ചിഹ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കൊടികളാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇതെന്താ മഴവില്ലാണോ എന്ന് ചോദിച്ചാലും അത്ഭുതമില്ല. പക്ഷേ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്, ഞങ്ങൾ എല്ലാ നിറത്തിലും കൊടികൾ ഇറക്കാറുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഞങ്ങൾ പച്ച ഇറക്കുന്നതാണ്, അതിൻ്റെ കൂടെ മഞ്ഞ ഇറക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അഭ്യാസം കാണിച്ചത്. യഥാർത്ഥത്തിൽ മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ, ഭീമാപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ, ഈരാറ്റുപേട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ പച്ച കൊടിയും പച്ച പോസ്റ്ററും പച്ച ഫ്ലെക്സും മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ചില ശ്രീനാരായണീയർ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ചിലയിടങ്ങളിൽ ഇതുപോലെ തന്നെ മഞ്ഞ കൊടി, മഞ്ഞ ഇതൊക്കെയാണ് വെക്കുന്നത്. അങ്ങേയറ്റം ഇരട്ടത്താപ്പന്മാരായിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് ഇടതുപക്ഷം. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, പണ്ട് മുതലേ ഇവരെങ്ങനെയാണ് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്നാണ്. ഇവർ ഈ ചോരയിൽ നിന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ്, ചോരച്ചെങ്കൊടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുദ്രാവാക്യം വിളിക്കുന്നതല്ലാതെ അവരുടെ കൊടിയുടെ കാര്യത്തിൽ പോലും, അവരുടെ ചിഹ്നത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരു നിലപാടോ ഒരു വാക്കിനുറപ്പോ ഇല്ലാത്ത അത്രമേൽ ദുർബലമായിട്ടുള്ള ഒരു പാർട്ടിയും പ്രസ്ഥാനവും മാത്രമാണിത്. അതുകൊണ്ടാണ് ഇത്ര കോമാളികൾ കാണിക്കുന്ന പോലത്തെ പരിപാടികൾ പോലും അവർക്ക് കാണിക്കേണ്ടി വന്നത്. ഇതെന്താണ്, മഴവില്ലാണോ ഈ പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് ചോദിക്കത്തക്ക തരത്തിൽ, ആളുകളെ കൊണ്ട് കളിയാക്കിക്കുന്ന തരത്തിൽ ഇത്രയും അധപതിച്ചു പോയത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അവർ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഓരോ പ്രദേശത്തിൻ്റെയും മതം, ജാതി ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അവരുടെ കൊടികൾ പോലും തീരുമാനിക്കുന്നത്, കൊടിയുടെ നിറം പോലും തീരുമാനിക്കുന്നത്, സ്ഥാനാർത്ഥികളെ പോലും തീരുമാനിക്കുന്നത്. എന്നിട്ട് പാട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് പാട്ട് മാത്രമേ ഉള്ളൂ. ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് സ്ഥാനാർത്ഥികളെയും കൊടിയുടെ നിറവും പോലും തീരുമാനിക്കുന്ന ഒരു നെറികെട്ട നിലപാടില്ലാത്ത പാർട്ടി മാത്രമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.